അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് LCM ആൻഡ് HCF എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് LCM ആൻഡ് HCF എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാം തന്നെ നമ്മൾ ഈ LCMന്റെയും HCFന്റെയും എല്ലാം കോൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം അറിയേണ്ടത് എന്താണ് LCM, എന്താണ് HCF, ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നിന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതാ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. LCM എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് LCM, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള സംഗതിയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഒരു നമ്പർ തരുവാണ്. 2 എന്ന് പറയുന്ന നമ്പർ എന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുവാണ്. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26 ഇങ്ങനെ അങ്ങ് പോവാം. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇടുവാണ്. 3, 6, 9, 12, 15, 18, 21, 24, 27, 30 ഇങ്ങനെ അങ്ങ് പോവാം. ഇനി അടുത്തത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുകയാണ്. 4, 8, 12, 16, 20, 24, 28 ഇങ്ങനെ അങ്ങ് പോവാം. ഇതാണ് 2ന്റെയും 3ന്റെയും 4ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കാൻ നേരത്ത് ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കാൻ നേരത്ത് അതിനകത്ത് ചില നമ്പേഴ്സ് അല്ലെങ്കിൽ ചില മൾട്ടിപ്പിൾസ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 12 ഇതേപോലെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ കിടക്കുന്നത് 24 ഈ 3 എണ്ണത്തിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതുമ്പോൾ നമുക്ക് ചില മൾട്ടിപ്പിൾസ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടും. എല്ലാ നമ്പേഴ്സിനും തന്നിരിക്കുന്ന നമ്പേഴ്സിലെല്ലാം കോമൺ ആയിട്ട് ചില മൾട്ടിപ്പിൾസ് ഉണ്ട്. ഈ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസിനെ വിളിക്കുന്ന പേരാണ് നെയിം ഇറ്റ്സെൽഫ്, അതായത് പറയുന്നത് പോലെ തന്നെ കോമൺ മൾട്ടിപ്പിൾസ് എന്ന് വിളിക്കും. അതാണ് കോമൺ മൾട്ടിപ്പിൾസ്. ഈ തന്നിരിക്കുന്ന കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ അതേതാണ്? കോമൺ മൾട്ടിപ്പിൾ നോക്കാൻ നേരത്ത് 12 ഉണ്ട്, 24 ഉണ്ട്, അങ്ങോട്ട് 36 ഉണ്ട്, 48 ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് നടക്കുന്ന മൾട്ടിപ്പിൾ ഏതാണ്? ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാ? 12 ആണ് അല്ലെ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM. ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ LCM ഓഫ് 2, 3, 4 എന്ന് പറയുന്നത് എത്രയാണ്? 12 എന്ന് നമുക്ക് കിട്ടും. എത്രയാണ്? 12 എന്ന് നമുക്ക് കിട്ടും. ഇതിനെയാണ് LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സാധാരണഗതിയിൽ നമുക്ക് സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള അറിയാം, നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ലോങ് ഡിവിഷൻ മെത്തേഡ് കൂടാതെ മറ്റു പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്? എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. 2, 3, 4 ഈ നമ്പേഴ്സിനെ അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ഇതിനെ 1 into 2 എന്ന് എഴുതാം, ഇതിനെ 1 into 3 എന്ന് എഴുതാം, ഇതിനെ 2 into 2 എന്ന് എഴുതാം അല്ലെ. ദൈവട്ട് 2 കൊണ്ട് കോമൺ ആയിട്ട് ആ 2 മാറ്റി എഴുതി. പിന്നെ ഉള്ളത് ഈ 3യും ഈ 2മാണ്. അപ്പൊ 3 ഇങ്ങോട്ട് എഴുതുന്നു, 2 ഇങ്ങോട്ടേക്ക് എഴുതുന്നു. അങ്ങനെ നമുക്ക് 2 into 3 into 2 which is equal to 12 എന്ന് കിട്ടും. ഇതെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അതൊന്ന് പ്രാക്ടീസ് തുടക്കത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഇനി പറഞ്ഞു തരുന്ന മെത്തേഡ് കുറച്ച് പാടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്പേഴ്സുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇനി പറയുന്ന മെത്തേഡ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പൊ എന്താണ് ആ ഒരു മെത്തേഡ് എന്ന് ഉള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഒരു LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മളെ 2, 3, 4 ഈ നമ്പേഴ്സിന്റെ LCM അല്ലെങ്കിൽ ഈ 3 നമ്പേഴ്സ് കൊണ്ടും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഇങ്ങനെ ഒരു നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 4 ആണ്. ഈ ഏറ്റവും വലിയ സംഖ്യയായ 4നെ ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഇറ്റ് ഇസ് ദ LCM. ഇതിനെ ഞാൻ LCM ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തു. ഏറ്റവും വലിയ സംഖ്യയെ ഞാൻ അങ്ങ് LCM ആയിട്ട് അസ്യൂം ചെയ്തു.
LCMന്റെ പ്രത്യേകത നമുക്കറിയാം, തന്നിരിക്കുന്ന നമ്പേഴ്സ് കൊണ്ടെല്ലാം ഒരേപോലെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ്. അപ്പം 4നെ LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 4നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ആ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 2 ഡിവൈഡഡ് ബൈ 4. എങ്ങനെയാണ് ഒരു നമ്പറിനെ ഒരു മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ 75നെ 5 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത്രയേ ഉള്ളൂ. എത്രയാണ്? 1s are 5, റിമൈൻഡർ 2 5. എത്രയാണ്? 5 are 25, റിമൈൻഡർ 0. അതായത് 5 കൊണ്ട് 75നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? 5 കൊണ്ട് 75നെ ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ അവിടെ 0 കിട്ടും. റിമൈൻഡർ എത്രയാണ് മക്കളെ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ 4 ആണ് LCM ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം 4 എന്ന് പറയുന്ന സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അതേസമയം എനിക്ക് 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 2 × 2 ആണ് 4. അതായത് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എനിക്ക് 0 കിട്ടും. ഓക്കെ, 2ന്റെ മൾട്ടിപ്പിൾ ആണ് 4. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 3 കൊണ്ട് പറ്റില്ല. കാരണം 4 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ഒരിക്കലും റിമൈൻഡർ 0 കിട്ടില്ല. അപ്പം ഇതല്ല LCM. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് 4 അല്ല LCM എന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യുക? 4ന്റെ ഇരട്ടി എടുക്കുക, 2 ടൈംസ് എടുക്കുക. 4ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 8. വീണ്ടും ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്താ? ഇതുമല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 2 ഇരട്ടി എടുത്ത സ്ഥിതിക്ക് 3 ഇരട്ടി എടുക്കണം. 3 ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. 12 കൊണ്ട് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂടെ. അങ്ങനെയാണ് എങ്കിൽ ഈ 12 ആണ് അവിടുത്തെ LCM എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇവിടെ ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് കമന്റ് ഇട്ടേ. ഫസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ. ലക്ഷ്മി, രഞ്ജു, ജുബിൻ, രൺദീപ്, ക്ലിയർ ആണല്ലോ? അപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സാധനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട്, കാരണം ചെറിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ വലിയ നമ്പേഴ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. സാരമില്ല, നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കൈ നിൽക്കുന്ന സാധനമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ നമ്പേഴ്സിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ചേ. 2 4 5 ഇതിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ചേ. 2 4 5 ഇതിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ചേ. 2 4 5 ഇതിന്റെ LCM ഒന്ന് കണ്ടുപിടിച്ചേ. ഫസ്റ്റ് ആയിട്ട് 3 ആൻസർ എഴുതേ. 3 റൈറ്റ് ഇറ്റ്സ് ആൻസർ. ആൻസറും കൂടെ എഴുതി പോണേ. ഇരുപത് കിട്ടി അല്ലെ? എങ്ങനെയാടാ? ഏറ്റവും വലിയ സംഖ്യ എടുത്തു 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴും നമുക്ക് മനസ്സിലായി എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 5 LCM. അപ്പൊ എന്ത് ചെയ്യുക? ഇരട്ടി എടുക്കുന്നു 10. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 10നെ 4 കൊണ്ടോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം 10 അല്ല. അപ്പൊ എന്തെടുക്കണം? 3 ഇരട്ടി 15. 2 കൊണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതുമല്ല. അപ്പൊ എന്തെടുക്കണം? 4 ഇരട്ടി എടുക്കണം 20. 2 കൊണ്ട് 20നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 4 കൊണ്ട് പറ്റും. 5 കൊണ്ട് പറ്റും. സോ LCM എത്രയാണ് മക്കളെ? 20 എന്ന് കിട്ടും. LCM എത്രയാടാ? 20 എന്ന് കിട്ടും. കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? എടാ കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? ഇനി ഡൗട്ട്സ്? പക്കയാണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഡേ?
ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതാണ് LCMന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ LCM നമുക്ക് എന്ത് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് ചിലപ്പോൾ ഇത് മാത്രമല്ല പല മെത്തേഡുകളുണ്ട്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ മെത്തേഡുകളല്ല, ചിലപ്പോൾ ഈ മെത്തേഡുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മറ്റു പല മെത്തേഡ്സ് ഉണ്ട്, അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാം കൂടെ ഒന്നിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ മക്കളെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCFന്റെ കോൺസെപ്റ്റ് ആണ്. HCF എന്താണ്? HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? അപ്പൊ എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പഠിച്ചു, LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടറിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 3 സംഖ്യകൾ എടുക്കുവാണെങ്കിൽ, സേ 6, അതേപോലെ തന്നെ 12, അതേപോലെ തന്നെ 24, ഇങ്ങനെ മൊത്തം 4 സംഖ്യകൾ ഞാൻ എടുക്കുവാണ്. 6, 12, 24, അങ്ങനെ മൊത്തം 4 സംഖ്യകൾ ഞാൻ എടുത്തു. ഇനി ഈ 6ന്റെ ഫാക്ടേഴ്സ് ഞാൻ നോക്കുവാണ്. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 6 ഒരു ഫാക്ടറാണ്. ഇനി 12ന്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോഴത്തേക്ക് 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്, 6 ഒരു ഫാക്ടറാണ്, 12 ഒരു ഫാക്ടറാണ്. എന്തുകൊണ്ട് ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ, അതായത് 6ൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? 6ൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? 1 അടങ്ങിയിട്ടുണ്ട്, 2 അടങ്ങിയിട്ടുണ്ട്, 3 അടങ്ങിയിട്ടുണ്ട്, 6 അടങ്ങിയിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു നമ്പറിന്റെ ഘടകങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് കൊണ്ട് ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെ 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 ആണ്. 12ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 4, 6, 12 ആണ്. ഇനി 27ന്റെ ഫാക്ടേഴ്സിലേക്ക് പോകുമ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 8 ഉണ്ട്, പിന്നെ 12 ഉണ്ട്, പിന്നെ അതൊക്കെ ഉണ്ടാ 24 ഉണ്ട് അല്ലെ? 24ന്റെ ഫാക്ടേഴ്സ് ഇങ്ങനെയാണ്. ഇനി നോക്കേ, ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എണ്ണത്തിലും കോമൺ ആയിട്ട് 1 ഒരു ഫാക്ടർ ആയിട്ടുണ്ട് മക്കളെ അല്ലെ? കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് CF എന്ന് ഞാൻ ഇടുന്നു. കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ്? എല്ലാ നമ്പേഴ്സും, നിങ്ങൾ ഇനി ഏത് സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം കോമൺ ഫാക്ടർ 1 കാണും. പിന്നെ നോക്കിയപ്പോ എന്താണ്ട് 2 എല്ലായിടത്തും ഉണ്ട് അല്ലെ? 2 എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, 3 എല്ലായിടത്തും ഉണ്ട്. 3 എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, 6 എല്ലായിടത്തും ഉണ്ട്. 6 എല്ലായിടത്തും ഉണ്ട്. ആണോ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് ഇത് ഇത്രയും ഉണ്ട്. അപ്പം 3 നമ്പേഴ്സ് ഉണ്ട്. 3 അല്ല 2 നമ്പേഴ്സ്, കുറഞ്ഞത് 2 നമ്പേഴ്സ് ആണ്. 3 അല്ല 4 അല്ല, എത്ര വേണമെങ്കിലും എടുത്തോ. അതിന്റെ നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് തരംതിരിച്ചു എഴുതുന്നു. അതിന്റെ ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ചില ഘടകങ്ങൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വരും, അല്ലെങ്കിൽ ചില അതായിരുന്നു ഫാക്ടേഴ്സ് ഇതിലെല്ലാം കോമൺ ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ അതിന്റെ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയപ്പോൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഇതെല്ലാമാണ് അവിടുത്തെ ഫാക്ടേഴ്സ്. മക്കളെ, ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? ഒന്ന് കമന്റ് ഇട്ടെ. ഈ കിടക്കുന്ന ഫാക്ടേഴ്സിലെ ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? ഒന്ന് കമന്റ് ഇട്ടെ ഫസ്റ്റ് ആയിട്ട്. ഈ കിടക്കുന്ന ഫാക്ടേഴ്സിനകത്തിലെ ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? 6 ആണ് അല്ലെ? ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? 6 ആണ്. സോ ഈ 6നെ നമ്മൾ വിളിക്കുന്ന പേരാണ് HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ? HCF അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഇനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? ഹയസ്റ്റ് കോമൺ ഫാക്ടറിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്താണ്? 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്പേഴ്സ് എടുക്കുമ്പോൾ ആ നമ്പേഴ്സിനകത്തിലെ ഏറ്റവും വലിയ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് കുറെ ഫാക്ടേഴ്സ് കാണും. ആ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഏറ്റവും ഹയസ്റ്റ് ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ HCF എന്ന് വിളിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടേടാ ഫസ്റ്റ് ആയിട്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ആണെങ്കിൽ പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. HCFന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഫാക്ടേഴ്സ് ഇങ്ങനെയൊക്കെ വലിച്ചു വാരി എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലേ. നമുക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതാൻ സമയം കിട്ടത്തില്ല. നമുക്ക് ആകെപ്പാട് കിട്ടുന്ന 5 സെക്കൻഡ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് HCF കണ്ടുപിടിക്കണം. അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. മക്കളെ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6 ഉണ്ട്, 12 ഉണ്ട്, 24 ഉണ്ട് അല്ലെ. എടാ ഇതിനകത്തില് എല്ലാ നമ്പേഴ്സും നമ്മൾ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും, ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതും. എന്നിട്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു വൃത്തിക്കും മനയ്ക്കും ആചാരമൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് അതേപോലെ അങ്ങ് എഴുതാം. ഇനി ഇങ്ങനെ നേരത്തെ പിടിച്ച് എഴുതി കഴിഞ്ഞിട്ട് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണ്. വാല്യൂസ് അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് 6ഉം 12ഉമാണ് ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്നത് അല്ലെ. അപ്പൊ 6ഉം 12ഉം എടുക്കുന്നു, അതിന്റെ ഡിഫറൻസ് അങ്ങോട്ട് എടുത്തു. എത്രയാണ് മക്കളെ? 6ഉം 12ഉം എടുത്തു, അതിന്റെ ഡിഫറൻസ് അങ്ങോട്ട് എടുത്തു. 6ഉം 12ഉം എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി ഞാൻ നോക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഈ 6 കൊണ്ട് 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണ് എങ്കിൽ അവിടുത്തെ HCF ഏതാണ് മക്കളെ? 6ആണ്. എന്താ ചെയ്തത്? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അങ്ങോട്ട് എഴുതി, വാല്യൂസ് ഏറ്റവും അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുത്തു. ഇവിടെ എടുത്തപ്പോൾ 6ഉം 12ഉമാണ് അടുത്തടുത്ത് വരുന്നത്, ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് 6 കിട്ടി. ആ 6 കൊണ്ട് ഞാൻ 6നെ ഡിവൈഡ് ചെയ്തു, പറ്റി. 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റി, 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടുത്തെ HCF എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? 6ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലായോ? HCF കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലായോ? പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടെ ഫസ്റ്റ് ആയിട്ട്. HCF കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലായോടെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു ഡൗട്ട്, ഇനി സപ്പോസ് ഇങ്ങനെ എടുക്കുന്ന ഡിഫറൻസ് ആയ 6 കൊണ്ട് എനിക്ക് എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 6 ഉണ്ട്, 12 ഉണ്ട്, 21 ഉണ്ട്. നേരത്തെ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചപ്പോ ഈ ഡിഫറൻസ് എടുത്തു 6. ഓക്കെ, HCF എടുക്കാനാണ് പറഞ്ഞത്. 6, 12, 21 ഇതിന്റെ HCF എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് 6, 12, 21 അടുത്തടുത്ത് കിടക്കുന്നത് 6ഉം 12ഉം ആണ്, ഡിഫറൻസ് 6 മാത്രമേ ഉള്ളൂ. 21ലേക്ക് പോകുമ്പോൾ 9 വരും ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എടുത്തു 6 എടുത്തു. പക്ഷെ 6ന്റെ ഫാക്ട് 6 വെച്ച് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. 6 വെച്ച് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 6 വെച്ച് 21നെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്താണ് HCFന്റെ കോൺസെപ്റ്റ്? എന്താണ്? ഈ ഡിഫറൻസ് കിട്ടുന്ന നമ്പർ എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്താൽ പറ്റുമെങ്കിൽ മാത്രമേ ഇതിനെ HCF ആയിട്ട് എടുക്കാൻ പറ്റൂ. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, ഓക്കെ കുഴപ്പമില്ല. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി, അതും പ്രശ്നമില്ല. പക്ഷെ 21നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സോ വാട്ട് ഷുഡ് വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇവിടെ ഇങ്ങനെ വരുന്ന സമയങ്ങളിലാണ് വീണ്ടും ഈ ഡിഫറൻസ് ആയിട്ടുള്ള 6നെ ഞാൻ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കും. എന്താണ്? കോപ്രൈം ഫാക്ടേഴ്സ്. കോപ്രൈം ഫാക്ടേഴ്സ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോപ്രൈം ഫാക്ടേഴ്സ് മക്കളെ, കോപ്രൈം ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ഞാനിപ്പോൾ എടുക്കും. ഫോർ എക്സാമ്പിൾ 4 എന്ന് പറയുന്ന നമ്പറും 5 എന്ന് പറയുന്ന നമ്പറും. 4ന്റെ ഫാക്ടേഴ്സ് നോക്കിയപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 5ന്റെ ആകുമ്പോഴോ 1ഉം 5 മാത്രമേ ഉള്ളൂ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? 1 ആണ് അല്ലെ. അതായത് രണ്ട് നമ്പേഴ്സിന്റെ ഈ 1നെ വിളിക്കുന്നതാണ് ഇതിൽ രണ്ടിലെ കോമൺ ഫാക്ടർ. സോ ഓൺലി കോമൺ ഫാക്ടർ. സോ 1 ഈസ് HCF. രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ ആ രണ്ട് നമ്പേഴ്സിന്റെ HCF 1 ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. അതായത് രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിന്റെ HCF ആയിട്ട് ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 1 മാത്രമേ അതിന് HCF ആയിട്ട് വരുന്നുള്ളൂ. 1 ആണ് അതിന്റെ HCF. അങ്ങനെ ആണ് എങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈമിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് കമന്റ് ഇട്ടെ. ഈ പറഞ്ഞ കോപ്രൈമിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കമന്റ് ഇട്ടെ. ഫസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കമന്റ് ഇട്ടെ. കോപ്രൈമിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എങ്കിൽ പെട്ടെന്ന് കമന്റ് ഇട്ടെ. ലക്ഷ്മി, രഞ്ജു, രൺദീപ്, ജുബിൻ പെട്ടെന്നോട്ടെ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ കോപ്രൈംസിന്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. അപ്പോ നമുക്കിപ്പോ 6 കൊണ്ട് നമുക്ക് 21നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ 6നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതേണ്ടത്? 6ന്റെ കോപ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുക. കഴിവതും കോപ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, ഹയസ്റ്റ് ഫാക്ടർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന വീണ്ടും 6നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 ഫാക്ടേഴ്സ് കിട്ടി, 2, 3. അപ്പൊ അതിനകത്തിലെ ഹയസ്റ്റ് നമ്പർ 3. ആ 3 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റും. ഈ 3 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റും. ഈ 3 കൊണ്ട് 21നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിനെയും പറ്റും. സോ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് ഏതാണ് മക്കളെ?
അത് 3 ആണ്. അവിടുത്തെ HCF എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ കോപ്രൈമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണമെന്നില്ല. അതിന്റെ ഫാക്ടേഴ്സ് എടുത്താലും മതി. കോപ്രൈം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചില നമ്പേഴ്സിനകത്ത് കോപ്രൈംസ് ആയിട്ട് നമുക്ക് എടുത്താൽ കിട്ടും. എല്ലാത്തിനും കോപ്രൈംസ് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് കോപ്രൈംസ് അല്ല അതിന്റെ എല്ലാ ഫാക്ടേഴ്സും എടുത്ത് നോക്കുക. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇവിടുത്തെ കോൺസെപ്റ്റ് മനസ്സിലായോ? ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ആദ്യത്തെ ഡിഫറൻസിൽ തന്നെ HCF കിട്ടുന്നില്ല എങ്കിൽ ബാക്കി ചെയ്യാനുള്ള മെത്തേഡ് മനസ്സിലായോ? ഇവിടെ പെട്ടെന്ന് കമന്റ് ഇട്ടേ മക്കളെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ പിള്ളേരെ? HCF കണ്ടുപിടിക്കാനുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ HCF ഒന്ന് കണ്ടുപിടിച്ചേ. അപ്പൊ ഇതിന്റെ HCF 48, 90, 120. 48, 90, 120. 48, 90, 120. ഇതിന്റെ HCF കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പറ്റിയോടെ? 48, 90, 120. നമ്മളിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ചെയ്തേ ഫസ്റ്റ് ആയിട്ട്. എത്ര കിട്ടി? 48, 90, 120. വളരെ നേരം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അടുത്തടുത്ത് വെക്കുന്ന നമ്പേഴ്സ് നോക്കുക. നോക്കിയപ്പോ 90ഉം 120. ഡിഫറൻസ് എടുത്തു 30. ഈ 30 വെച്ചിട്ട് നമുക്ക് 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ബാക്കി നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 42നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ 30 അല്ല നമ്മുടെ HCF. 30നെ ഫാക്ടറൈസ് ചെയ്യുക. 30നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 5 ഒരു ഫാക്ടറാണ്, 6 ഒരു ഫാക്ടറാണ്, പിന്നെ 10 ഒരു ഫാക്ടറാണ്, 15 ഒരു ഫാക്ടറാണ്, 30 ഒരു ഫാക്ടറാണ്. 30 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 30 നമ്മൾ നേരത്തെ വെട്ടിക്കളഞ്ഞതാ. 15 ഒരു ഫാക്ടറാണോ? അല്ല, 15 നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം എന്താ? 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 10 എടുക്കാൻ പറ്റത്തില്ല, കാരണം 10 കൊണ്ട് 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്ന ഏതാണ് മക്കളെ? 6 ആണ് അല്ലെ? പിന്നെ വരുന്ന ഏതാണ്? 6 ആണ്. അങ്ങനെ 6ന്റെ കേസ് നോക്കിയപ്പോ ഇതാ ശ്രദ്ധിച്ചേ, 6 കൊണ്ട് 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ. ഇനി 6 കൊണ്ട് 90നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അത് ഓക്കെ. 6 കൊണ്ട് 120നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റും. സോ 6 കൊണ്ട് 48നെയും 90നെയും 120നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ HCF എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? 6 ആണ്. നമ്മൾ HCF എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. അപ്പൊ ഇതാണ് HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഷോർട്ടസ്റ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് HCF. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കയറാം. ആ ക്വസ്റ്റ്യനുകൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനുകൾ, ഏതൊക്കെ മോഡൽസ് ആണ് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത്, വാട്ട് ഈസ് ഈസിയസ്റ്റ് മെത്തേഡ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ മക്കളേതാ ഇവിടെ ശ്രദ്ധിച്ചേ. The LCM of the numbers 70, 28 and 42. 70, 28, 42 എന്നീ നമ്പേഴ്സിന്റെ LCM എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ 2-3 മെത്തേഡ്സ് പറഞ്ഞുതരാം. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പറഞ്ഞുതരാം, അല്ലാത്ത മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എത്ര കിട്ടുമെന്ന് നോക്കേ. LCM of a number is 70, 28 and 42. So LCM of the numbers 70, 28 and 42. 70, 28, 42 എന്നീ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഫസ്റ്റ് ആട്ടോ. 70, 28, 42 എന്നീ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കിട്ടിയോ? ഉത്തരം കിട്ടിയോ?
ഉത്തരം കിട്ടിയോടെ പിള്ളേരെ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു മക്കളെ, ഇങ്ങോട്ട് നോക്കേ. അപ്പൊ ഇന്ന് നമ്മൾ താല്പര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ് താണ്ട ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുന്നതെന്നാണ് ചോദിച്ചു കഴിഞ്ഞത്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നമ്പേഴ്സ് തന്നേക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ നമുക്കൊന്ന് എഴുതി നോക്കാം. 28 ഉണ്ട്, 42 ഉണ്ട്, 70 ഉണ്ട്. എടാ, ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? 70 ആണ്. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 70 ആണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്? ആ 70നെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇറ്റ് ഇസ് ദ LCM എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ LCM ആയിട്ട് അതിനെ അസ്യൂം ചെയ്താൽ നമുക്ക് 28 കൊണ്ട് 70നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ 70 അല്ല എന്ന് നമുക്ക് മനസ്സിലായി. മാത്രവുമല്ല 70 ഓപ്ഷനകത്തിൽ ഇല്ല. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70ന്റെ മൾട്ടിപ്പിൾസ് ഏതെങ്കിലും ഓപ്ഷൻസിൽ കിടപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ലാത്തത് എലിമിനേറ്റ് ചെയ്യുക. നോക്കിയപ്പോൾ 70ന്റെ മൾട്ടിപ്പിൾ അല്ലാതെ വരുന്നത് 116 ആണ്. അതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. എനിക്ക് ഒരിക്കലും അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 280 ആണ്. 280നെ എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 28 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 70 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പറ്റൂടെ? എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. 28 × 10 ആണ് എന്തെന്ന് പറയുന്നത്? 280. 70 × 4 ആണ് 280. പക്ഷെ 42 കൊണ്ട് എനിക്ക് 280നെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ ഇതുമല്ല എന്ന് മനസ്സിലായി. പിന്നെ വരുന്ന ഓപ്ഷൻ ഏതാണ്? 420 ആണ് അല്ലെ? അപ്പം 28നെ 420നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 420നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 28 × 15 ആണ് 420. ഓക്കെ ആണ്. 42 × 10 ആണ് 420. അതുകൊണ്ട് 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 70 × 6 ആണ് 420. അപ്പം 70 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരേ സമയം എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂടെ? 28 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 70 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ എന്റെ ആൻസർ എത്രയാണ്? 420 ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടെ? മനസ്സിലായോ? ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ? പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇട്ടേ. ഫസ്റ്റ് ആയിട്ട് ലക്ഷ്മി, റബിത്ത്, രൺദീപ്, ജുബിൻ, രഞ്ജു, ക്ലിയർ ആണോ? പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇട്ടേ മക്കളെ. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ മൊത്തം എല്ലാ ഇതിന്റെയും 70ന്റെ എല്ലാ മൾട്ടിപ്പിൾസ് ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 70ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരാത്തത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും വലിയ നമ്പറിന്റെ നമുക്ക് ഇങ്ങനെ ഒരു നമ്പേഴ്സ് തന്നേക്കുമ്പോൾ ആ ഏറ്റവും വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ അവിടെ ആയിരിക്കും. അതില്ലാത്തതെല്ലാം എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? 116 ആദ്യമേ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അടുത്തുള്ളത് 70ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിടക്കുന്ന 280. 28 കൊണ്ട് 70 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ വരുന്ന ഏതാണ്? 420. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 420 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? LCM ഓഫ് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റിജേഴ്സ് x ആൻഡ് x+1 എന്താണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. മക്കളെ നമ്മൾ ഇനി അടുത്ത LCMന്റെ അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. മക്കളെ, 2 കോപ്രൈം നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ നമുക്ക് കോപ്രൈം നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു. ഒരു 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ ആ 2 നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF 1 മാത്രമേ, 1 ആണ് അതിന്റെ HCF. അതായത് കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. എടാ, എല്ലാ പ്രൈം നമ്പേഴ്സും കോപ്രൈം നമ്പേഴ്സ് ആണ്. നിങ്ങൾ ഏത് 2 പ്രൈം നമ്പേഴ്സ് എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ 3 ഉം 5 ഉം, അല്ലെങ്കിൽ 5 ഉം 7 ഉം, അല്ലെങ്കിൽ 5 ഉം 11 ഉം,
അല്ലെങ്കിൽ 11 13 വാട്ട് മേ ബി, നിങ്ങൾ ഏത് രണ്ട് പ്രൈം നമ്പേഴ്സ് എടുത്താലും എനി ടു പ്രൈം നമ്പേഴ്സ് ആർ കോപ്രൈംസ്. നിങ്ങൾ ഏത് രണ്ട് പ്രൈം നമ്പേഴ്സ് എടുത്താലും അതെന്താണ് മക്കളെ? കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ കോപ്രൈം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. എന്താണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്? എന്താടാ? അതും പ്രൈം നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പറുകൾ, അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ്, അതെന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, അതും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ അടുത്തടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്താണ് മക്കളെ? പ്രൈം നമ്പേഴ്സ് ആണ് എന്നർത്ഥം. അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 2 3 അല്ലെങ്കിൽ 3 4 അല്ലെങ്കിൽ 100 101 അല്ലെങ്കിൽ 250 251 അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതെന്താണ്? അത് പ്രൈം നമ്പേഴ്സ് ആണ്. കോപ്രൈം നമ്പേഴ്സ് ആണ്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് രണ്ട് കോപ്രൈം നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 3 4 എടുക്കുന്നു, ഈ രണ്ട് നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത്, ഏത് രണ്ട് കോപ്രൈം നമ്പേഴ്സ് വന്നാലും അവയുടെ LCM എന്ന് പറയുന്നത് പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോണം. 3 × 4 എത്രയാണ് മക്കളെ? 12 ആണ്. അനദർ എക്സാമ്പിൾ 5 7 അതിന്റെ LCM കോപ്രൈം നമ്പേഴ്സ് ആണ് 5 7. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 35 എന്ന് കിട്ടും. അനന്തർ നമ്പർ 9 11 അതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാടാ? അത് 99 ആണ്. അതായത് ഏത് രണ്ട് കോപ്രൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോപ്രൈം നമ്പേഴ്സ് വന്നിട്ട് അവയുടെ LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, എന്ത് ചെയ്താൽ മതി മക്കളെ? അത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്ത് ചെയ്താൽ മതി? ഒന്നിച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നാൽ മതി. ഒരു റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. രണ്ട് കോപ്രൈം നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് എത്രയാടാ? ആ രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. പറഞ്ഞ കോൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. പെട്ടെന്നാവട്ടെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് ക്ലിയർ ആണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ഒന്ന് കാര്യം ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ LCM എന്തായിരിക്കും? രണ്ട് കോപ്രൈം നമ്പേഴ്സിന്റെ LCM നമ്മൾ കുറച്ചും കൂടെ പറഞ്ഞതേ ഉള്ളൂ. രണ്ട് കോപ്രൈം നമ്പേഴ്സ്, സോറി HCF, അവയുടെ HCF എന്തായിരിക്കും? രണ്ട് കോപ്രൈം നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അവയുടെ HCF എന്തായിരിക്കും? രണ്ട് കോപ്രൈം, ഫോർ എക്സാമ്പിൾ 2 3 അല്ലെങ്കിൽ 5 6 അല്ലെങ്കിൽ 7 8 രണ്ട് കോപ്രൈം നമ്പേഴ്സ് എന്നേക്കുമാണ്. അവയുടെ LCM എന്തായിരിക്കും? സോ HCF എന്തായിരിക്കും? HCF പറഞ്ഞില്ലേ, രണ്ട് കോപ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ HCF ഈസ് ഓൾവേസ് 1 ആണ്. HCF എത്രയാണ് മക്കളെ? 1 ആണ്. അപ്പൊ നമുക്ക് രണ്ട് കോപ്രൈംസ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് എന്താണ്? കോപ്രൈംസ് ആണ്. രണ്ട് നമ്പേഴ്സ് കോപ്രൈംസ് ആണ് എങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് അവിടുത്തെ LCM. അതേ കോൺസെപ്റ്റ് ഇതായി ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. LCM ഓഫ് എനി ടു പോസിറ്റീവ് ഇന്റിജേഴ്സ് എക്സും x+1. x+1, അതായത് x എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുന്ന അതിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് നമ്പർ. ഈ രണ്ട് നമ്പേഴ്സിന്റെയും കൂടെ LCM എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. മക്കളെ രണ്ട് നമ്പേഴ്സിന്റെ, രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അവ രണ്ടും കോപ്രൈംസ് ആണ്. കോപ്രൈംസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി രണ്ടെണ്ണം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ എക്സിന്റെയും x+1ന്റെയും കൂടെ LCM ഏതാണ്? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, x × x+1 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോടേ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യന്റെ അർത്ഥവും അതിന്റെ ആൻസറും മനസ്സിലായോ? നിങ്ങൾ ഈ മിണ്ടാതിരിക്കുന്ന എന്താണ്? മനസ്സിലാവാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ അതോ മനസ്സിലായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ? നിങ്ങൾ റിപ്ലൈ എന്നാലല്ലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് എത്തുന്നുണ്ടോ എന്ന്. പെട്ടെന്ന് കമന്റ് ഇട്ടേ. രഞ്ജു, ലക്ഷ്മി, രൺദീപ്, മക്കളുടെ കമന്റ് ഇട്ടേ പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ എന്ന് നിങ്ങൾ മൊത്തത്തിൽ എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലായെങ്കിൽ 1 എന്നിടുക, മനസ്സിലായില്ല എങ്കിൽ 0 എന്ന് കിട്ടുന്നാൽ മതി. മനസ്സിലായെങ്കിൽ 1 എന്നും മനസ്സിലായില്ല എങ്കിൽ 0 എന്ന് കിട്ടുന്നാൽ മതി. കുറെ സമയം കളയേണ്ട ടൈപ്പ് ചെയ്ത്. മനസ്സിലായെങ്കിൽ 1 എന്നിടുക, മനസ്സിലായില്ല എങ്കിൽ അപ്പോഴേ 0 എന്നിട്ടേക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ടു കോപ്രൈംസ് ഈസ് 104. then their LCM is എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് അവിടെ രണ്ട് കോപ്രൈമുകളുടെ
പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 104 രണ്ട് കോപ്രൈമുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 104 എങ്കിൽ അവയുടെ LCM എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഇവിടെ നാട്ടെ അങ്ങനെയാണ് എങ്കിൽ അവയുടെ LCM എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എത്ര കിട്ടി? ഓപ്ഷൻ നമ്പർ ബി കിട്ടി അല്ലെ? എന്തുകൊണ്ടാ? നമുക്കറിയാം രണ്ട് കോപ്രൈമുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് അവയുടെ LCM. അപ്പൊ രണ്ട് കോപ്രൈമുകളുടെ പ്രോഡക്റ്റ് തമ്മിലുണ്ട് 104. സോ LCM എന്താണ്? ആ 104 തന്നെയാണ്. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് കോപ്രൈമുകളുടെ പ്രോഡക്റ്റ് ഇതെന്താണ്? പ്രോഡക്റ്റ് 104 എങ്കിൽ അവയുടെ LCM എത്രയാണ് മക്കളെ? അതും 104. കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ ഫസ്റ്റ് ആയിട്ട്. LCM of 6, 9 and x is 72. Which one of the option can be possible value of x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആവട്ടെ. ഓക്കെ മക്കളെ, ഇതെവിടെ ശ്രദ്ധിച്ചേ? LCM of 6, 9 and x is 72. Which one of the given option can be the possible value of x എന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എക്സിന് അവിടെ വരാൻ പറ്റുന്ന പോസിബിൾ വാല്യൂ എന്താണ് എന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോളാം. ഒരു LCM of 6, 9 and x is 72. 6, 9 അതേപോലെ തന്നെ എക്സിന് ഏതോ ഒരു നമ്പറാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 72. ഓക്കെ, 6, 9 പിന്നെ എക്സ്, ഈ മൂന്ന് സംഖ്യകളുടെയും LCM എന്ന് പറയുന്നത് 72. ദാറ്റ് മീൻസ് 6 കൊണ്ട് 72 ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് 72 ഡിവൈഡ് ചെയ്യാം, എക്സ് കൊണ്ടും 72 ഡിവൈഡ് ചെയ്യാം. അപ്പൊ എക്സിന്റെ വാല്യൂ ഉണ്ട്. നമുക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സാധനത്തിനെ പിടിച്ചിട്ട് കളയാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ കളയാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോ എന്താണ് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് 72ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതായിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കിയപ്പോൾ നോക്കണേ, 18 × 4 72, 12 × 6 72, 32 × 2 72, 24 × 3 72. എല്ലാ എണ്ണവും 72ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ നോക്കുക. അപ്പം ഇതിനകത്തിൽ ഏതോ ഒന്നാണ്, ഈ 4ൽ ഏതോ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഏതാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സിന്റെ അവിടെ വരുന്ന വാല്യൂ ഒരേ സമയം നമുക്ക് 9 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. എന്താണ്? ഒരേ സമയം 9 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. നമ്മൾ എക്സിന്റെ സംഖ്യയിൽ ഈ ഓപ്ഷനിൽ കിടക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ട? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ കിടക്കുന്ന ഓപ്ഷൻ, അതായത് എക്സിന്റെ വാല്യൂ ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, പറ്റത്തില്ല. പിന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഒരു വാല്യൂ ആണ്, അതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ വേണം നമ്മൾ അവിടത്തേക്ക് കൺസിഡർ ചെയ്യാൻ. അവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഞാൻ 36 കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 36നെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എക്സിന്റെ സ്ഥാനത്ത് 36 വന്നു കഴിഞ്ഞാൽ 6, 9, 36 എന്നീ സംഖ്യകളുടെ LCM എന്ന് പറഞ്ഞാൽ നമുക്ക് 72 വരെ പോകേണ്ട കാര്യമില്ല. പകരം 36 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം 6 കൊണ്ടും 36നെ ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ടും 36നെ ഡിവൈഡ് ചെയ്യാം. 36 കൊണ്ട് പിന്നെ എന്തായാലും 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഒരിക്കലും 36 എടുക്കാൻ പറ്റത്തില്ല. 36 എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്?
36 എടുത്തു കഴിഞ്ഞാൽ LCM ഓഫ് 6, 9, 36 നമുക്ക് 36 വരത്തുള്ളൂ, ഒരിക്കലും 72 പോവില്ല. അപ്പൊ നമുക്ക് 36 എടുക്കാൻ പറ്റത്തില്ല. സോ ഇത് തെറ്റാണ്. പിന്നെ തൊട്ട് താഴെ കിടക്കുന്നത് 24 അപ്പോ 6, 9, 24. 6 കൊണ്ട് 24 ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ 26 കൊണ്ട് 72 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ 24 കൊണ്ട് 72 ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം 27ന്റെ 3 ആണ് 72. സോ അവിടെ എക്സിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ് മക്കളെ? 24 സോ ആൻസർ ഏതാണ്? 24 ഈസ് ദ കറക്റ്റ് ആൻസർ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോടാ? എനി ഡൗട്ട്സ്? പറഞ്ഞ കാര്യം മനസ്സിലായോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ഡൗട്ട് ഉള്ളത് മൈക്ക് ഓണെങ്കിൽ ഓൺ ചെയ്ത് ചോദിക്കാം. ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് തന്നെ ചോദിച്ചോ, ഒരു പ്രശ്നവുമില്ല. ലക്ഷ്മി, രഞ്ജു, രൺദീപ്, ജുവിൻ, ക്ലിയർ ആണോ? ഈ പറഞ്ഞതിനകത്തിൽ ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ട് എങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് തന്നെ ചോദിക്കുക. പെട്ടെന്ന് ആയിക്കോട്ടെ. ക്ലിയർ ആണോ എല്ലാവർക്കും? ആണെങ്കിൽ 1 ഇടുക, ഇല്ലെങ്കിൽ 0 ഇടുക. കോൺസെപ്റ്റ് മനസ്സിലായോ? ഞാൻ എന്തുകൊണ്ടാണ് 36 എടുക്കാതെ 24ലേക്ക് പോയതെന്ന് മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അങ്ങനെ ആണെങ്കിൽ മക്കളെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The LCM of two numbers is 864 and their HCF is 144. If one of the number is 288, the other number എത്രയാണ് എന്നാണ് ചോദിച്ചത്. മക്കളെ ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമുക്ക് അടുത്ത ഒരു വലിയ കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ്. 2 നമ്പേഴ്സ് ഉണ്ടടാ, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഈ 2 നമ്പേഴ്സിന്റെയും LCM എടുക്കുന്നു. LCM ഓഫ് എക്സ് കോമ വൈ. അതുപോലെ തന്നെ ആ 2 നമ്പേഴ്സിന്റെയും HCF ഓഫ് എക്സ് കോമ വൈ. ഇത് രണ്ടും കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. LCM ഓഫ് എക്സ് കോമ വൈ ആൻഡ് HCF ഓഫ് എക്സ് കോമ വൈ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ 2 സംഖ്യകൾ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. 2 നമ്പേഴ്സ് എക്സ് കോമ വൈ, അവയുടെ LCM ഇൻറ്റു ആ 2 നമ്പേഴ്സിന്റെ HCF ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ 2 നമ്പേഴ്സിന്റെയും കൂടി പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? 2 നമ്പേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിന്റെയും LCMന്റെയും അതേപോലെ തന്നെ HCFന്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ പിള്ളേരെ? ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇങ്ങനെയാണ്. 2 നമ്പേഴ്സിന്റെ LCM എന്ന് പറഞ്ഞാൽ 864, HCF എന്ന് പറഞ്ഞാൽ 144. അതിൽ ഒരു സംഖ്യ 288 ആണ് എങ്കിൽ മറ്റേ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെക്കൻഡ് നമ്പർ ഇൻറ്റു ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് LCM ആയിട്ടുള്ള 864 ഇൻറ്റു HCF ആയിട്ടുള്ള 144 ആണ്. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ ഈ 2 പ്രോഡക്റ്റ് LCMന്റെയും HCFന്റെയും കൂടെ പ്രോഡക്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മക്കളെ? ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള 288 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 3, 2 which is equal to എത്ര കിട്ടുമടാ? 432 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? 432. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്വസ്റ്റ്യനും അതിന്റെ കോൺസെപ്റ്റുകളും ക്ലിയർ ആണോ പിള്ളേരെ? ഇനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ പിള്ളേരെ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ ഫസ്റ്റ് ആയിട്ട്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ ഫസ്റ്റ് ആയിട്ട്.
ഉത്തരം കിട്ടിയോടെ? എത്ര കിട്ടി നോക്കുക. LCM ഓഫ് ടു നമ്പേഴ്സ് ഈസ് 225. HCF എന്ന് പറയുന്നത് 5. ഒരു നമ്പർ 25 ആണെങ്കിൽ മറ്റേ നമ്പർ എത്രയാണ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? സെക്കൻഡ് നമ്പർ ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ LCM ആയുള്ള 225 ഇൻറ്റു HCF ആയിട്ടുള്ള 5 ഡിവൈഡഡ് ബൈ 25. ഇതും കൂടെ ക്യാൻസൽ ആവും 5. ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടൂടാ? 45 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാടാ? 45. ക്ലിയർ ആണോടെ? കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? 25 അല്ലടാ, 45 ആണ്. രഞ്ജു 45 ആണ്. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് കണ്ടുപിടിച്ചേ. ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ ഫസ്റ്റ് ആയിട്ട്. പെട്ടെന്നോട്ടെ. അതേ മോഡൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. പെട്ടെന്നോട്ടെ. ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഓപ്ഷൻ നമ്പർ എ കിട്ടി. നമുക്ക് നോക്കാടാ. ഇവിടെ ശ്രദ്ധിച്ചേ. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 1280 ആണ്. HCF എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണ് എങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോറി, LCM ചോദിച്ചേക്കുവാണ്. മക്കളെ നമുക്കറിയാം HCF ഇൻറ്റു LCM ആണ് എന്തെന്ന് പറയുന്നത് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. Therefore LCM കണ്ടുപിടിക്കണമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള 1280-നെ HCF ആയിട്ടുള്ള 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് വരുമ്പോഴത്തേക്ക് 1 6 0 160 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണല്ലോടാ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചേ. HCF and LCM and HCF of two numbers 28 and 42 are in the ratio. ഏതാണ് എന്നാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് ഓർഡർ. 28, 42 എന്നീ സംഖ്യകളുടെ LCM-ഉം HCF-ഉം തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് ആയിക്കോട്ടെ. കിട്ടിയോളെ എത്ര കിട്ടി? LCM and HCF of two numbers 28 and 42 are in the ratio എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേടാം. 28, 42 എന്നീ സംഖ്യകളുടെ HCF-ഉം LCM-ഉം തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് LCM കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കേണ്ടത് 28, 42 എന്നീ സംഖ്യകളുടെയാണ്. നോക്കിയപ്പോ 28-നെ 42-നെ HCF ആയിട്ട് കൺസിഡർ ചെയ്ത് LCM ആയിട്ട് കൺസിഡർ ചെയ്താൽ 28 കൊണ്ട് 42-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂടെ? ഇല്ല. അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കുക, 84. എത്രയാടാ? 84. അപ്പൊ നമുക്കറിയാം 28 ഇൻറ്റു 3 ആണ് 84 അല്ലെ? 28 ഇൻറ്റു 3 ആണ് 84. അതായത് 28-നെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഫോർ LCM എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 84. ഇനി HCF കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28, 42 അതിന്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എത്രയാണ് മക്കളെ? 14.
14 കൊണ്ട് 28 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 14 കൊണ്ട് 42 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സോ HCF നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LCM ഈസ് ടു HCF ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു LCM എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? അവിടുത്തത് 84 ആണ്. ഈസ് ടു HCF എത്രയാണ്? 14 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 6:1 എന്ന് കിട്ടും. ഒരു 14 ഡിവൈഡ് ചെയ്യുമ്പോൾ 6:1 കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഡൗട്ട് ഉണ്ടോടാ? ക്ലിയർ ആണല്ലോ. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ അടുത്ത തന്നേക്കുവാണ്, ഇഫ് ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 2:3, their LCM is 54, then sum of two numbers ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. then sum of two numbers ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ബേസ് ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നേക്കാം. അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ റേഷ്യോ പഠിക്കും. അപ്പൊ ജസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ആദ്യം നമുക്ക് ഈ SSC എക്സാമിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മൾ കുറെ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആദ്യം കോൺസെപ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം മാത്രമേ അതിന്റെ ഷോർട്ട് കട്ടിലേക്ക് പോകും. അപ്പൊ ആദ്യം ഇതിന്റെ കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു. ഈ നമ്പേഴ്സ് വിട്ടേക്ക്, വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് 4, 6 എന്നിങ്ങനെ രണ്ട് സംഖ്യകൾ ഞാൻ എടുക്കുവാണ്. 4, 6 എന്നിങ്ങനെ രണ്ട് സംഖ്യകൾ ഞാൻ എടുക്കുവാണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെയും റേഷ്യോ ഞാൻ എടുക്കുവാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്പേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ സെറ്റിനെ വിളിക്കുന്ന പേരാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 4ഉം 6ഉം തമ്മിലുള്ള റേഷ്യോ 4:6 എന്ന് എഴുതും. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് നമ്പേഴ്സിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 4ലും 6ലും ഒരു 2 ഉണ്ട്. അപ്പൊ ഒരു 2 കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തപ്പോ എത്രയായി? 2:3 എന്ന് കിട്ടി. അതായത് 4, 6 എന്നീ സംഖ്യകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. എങ്ങനെയാ കിട്ടുന്നത്? ഒരു 2 വെച്ച് ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്തു. എടാ, ഈ രണ്ട് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറാണ് ഈ 2. അതുകൊണ്ട് ആ രണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? HCF. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളേ. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ആ നമ്പേഴ്സിനെ അവയുടെ HCF കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. രണ്ട് നമ്പേഴ്സ്, രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്പേഴ്സിന്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിനെ അവയുടെ എന്തുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം? HCF കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം മക്കളെ? HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ രണ്ട് നമ്പേഴ്സിൽ നിന്നും അവയുടെ റേഷ്യോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവയുടെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? എങ്കിൽ മാത്രമേ നമുക്ക് ഇനി അടുത്തതിനകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണല്ലോ? യാതൊരു ഡൗട്ടും ഇല്ലല്ലോ? ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. എടാ, 2, 4 ഈ രണ്ട് നമ്പേഴ്സിന്റെയും റേഷ്യോ എനിക്ക് കിട്ടി. എത്രയാണ്? 2:3. എങ്ങനെയാ കിട്ടിയത്? അതിന്റെ HCF ആയിട്ടുള്ള 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അവയുടെ റേഷ്യോ കിട്ടി. ഇതെന്താണ്? അവയുടെ റേഷ്യോയാണ്. ഈ റേഷ്യോയിൽ നിന്നും തിരിച്ച് ആ നമ്പറുകളിലേക്ക് പോകാൻ, റേഷ്യോയിൽ നിന്നും തിരിച്ച് നമ്പറുകളിലേക്ക് പോകാൻ ഞാൻ ആ HCF കൊണ്ട് അവയുടെ ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരേടാ. എന്താണ് പറഞ്ഞത്? രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ റേഷ്യോയിലേക്ക് എത്താൻ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തിരിച്ച് നമ്പേഴ്സിന്റെ റേഷ്യോയിൽ നിന്നും ആ ഒറിജിനൽ നമ്പേഴ്സിലേക്ക് പോവാൻ അവയുടെ HCF കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, 6, 4 ഈ രണ്ട് നമ്പേഴ്സിന്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. LCM എന്ന് പറയുന്നത് എത്രയാണ്? 12. 6, 4 അവയുടെ LCM എന്ന് പറഞ്ഞാൽ 12. നമ്മൾ നേരത്തെ പഠിച്ച റൂള് പ്രകാരം LCM ഇൻറ്റു HCF, ഇതെന്താണ്? LCM.
ഇതെന്താണ് HCF എന്ന് പറയുന്നത്. ആ രണ്ട് നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റിന് തുല്യമല്ലേ? അതായത് 4 ഇൻറ്റു 2 4 ഇൻറ്റു 6 തുല്യമാണ് അല്ലെ? എന്താണ് മക്കളെ? 4 ഇൻറ്റു 6 തുല്യമാണ്. ആ 4 ഞാൻ ദാണ്ട സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. എങ്ങനെയാ? ഈ റേഷ്യോ ആയ 2 ഇൻറ്റു LCM ആയ 2 ഇൻറ്റു 2 ഇതെന്താണ്? 4ന്റെ റേഷ്യോയാണ്. ഈ എന്താണ്? HCF ആണ്. 6നെയും അതേപോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 3 ഇൻറ്റു 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഷ്യോയാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ HCF ആണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ HCF ആണ്. അപ്പോ രണ്ട് നമ്പേഴ്സിന്റെയും റേഷ്യോ ഇൻറ്റു അവയുടെ HCF ഇൻറ്റു HCF ചെയ്യുമ്പോൾ LCM ഇൻറ്റു HCF കിട്ടും. അപ്പൊ എന്താണ്ടേ ഈ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അതായത് ഈ HCF വലത്തുവശത്തുള്ള HCF കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു HCF ക്യാൻസൽ ആയി പോയി. ദാറ്റ് മീൻസ് രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോയുടെ പ്രോഡക്റ്റ് അതല്ലേ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പേഴ്സിന്റെ റേഷ്യോയുടെ പ്രോഡക്റ്റ് ഇൻറ്റു HCF ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? LCM നമുക്ക് കിട്ടും. അതായത് റേഷ്യോകളുടെ പ്രോഡക്റ്റ്, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ആ റേഷ്യോകളുടെ പ്രോഡക്റ്റ് ഇൻറ്റു ആ രണ്ട് നമ്പേഴ്സിന്റെ HCF ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? LCM കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്താണ്? രണ്ട് നമ്പേഴ്സുകളുടെ റേഷ്യോയുടെ പ്രോഡക്റ്റ് ഇൻറ്റു ആ രണ്ട് നമ്പേഴ്സിന്റെ HCF മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമടാ? ആ രണ്ട് നമ്പേഴ്സിന്റെയും LCM കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ പിള്ളേരെ? മനസ്സിലായോ? ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പം ഇത് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോകളുടെ പ്രോഡക്റ്റ് ഇൻറ്റു ആ രണ്ട് നമ്പേഴ്സിന്റെയും HCF ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? LCM എനിക്ക് കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 2:3. LCM എന്ന് പറയുന്നത് 54 അങ്ങനെയാണ് എങ്കിൽ സം ഓഫ് ടു നമ്പേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. മക്കളെ നമുക്ക് LCM തന്നിട്ടുണ്ട് 54. അതിൽ നിന്നും നമുക്ക് HCF കണ്ടുപിടിക്കാൻ LCM തന്നിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് HCF കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന LCMനെ തന്നിരിക്കുന്ന റേഷ്യോയുടെ പ്രോഡക്റ്റ്, റേഷ്യോ എത്രയാ? 2:3, പ്രോഡക്റ്റ് 2:3 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ HCF എത്ര കിട്ടൂടാ? 54 ഡിവൈഡഡ് ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. സോ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 2:3 ആണ്. ആ റേഷ്യോയെ അവയുടെ HCF ആയിട്ടുള്ള 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും മക്കളെ? ഒറിജിനൽ നമ്പർ കിട്ടും അല്ലെ? 2 ഇൻറ്റു 9 18, 3 ഇൻറ്റു 9 27. അപ്പൊ രണ്ട് നമ്പേഴ്സ് 27ഉം 18. ചോദിച്ചിരിക്കുന്ന എന്താണ്? സം ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 45. സോ ആൻസർ ഏതാണ് മക്കളെ? 45 എന്ന് കിട്ടും. ഏതാണ് മക്കളെ? 45 എന്ന് കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ പിള്ളേരെ? ഡൗട്ട് ഉണ്ടോടാ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പക്കയാണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് കമന്റ് ഇട്ടേടാ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ ഇത് പറഞ്ഞത്? ലക്ഷ്മി, രഞ്ജു, ക്ലിയർ ആണോടെ? മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുക. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ക്ലാസ്സില്? ജുബിൻ, രൺദീപ്, ലക്ഷ്മി, രഞ്ജു, ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഇതേ മോഡൽ പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് കണ്ടുപിടിച്ചേ, ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ ഫാസ്റ്റ് ആയിട്ട്.
ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിച്ചേ. റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 4:5. HCF എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാടേ LCM കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോയുടെ പ്രോഡക്റ്റ് 4 × 5 × HCF ആയിട്ടുള്ള 8 എത്ര കിട്ടൂടെ? 4 × 5 ചെയ്യുമ്പോഴത്തേക്ക് 20, 20 × 8 160 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? മക്കളെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ദ ലീസ്റ്റ് നമ്പർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. The least number which when divided by 4, 6, 8, 12 and 16 leaves a remainder of 2 in each case ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഏതോ ഒരു നമ്പറിനെ 4 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിന്റെ കോൺസെപ്റ്റ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഏതോ ഒരു നമ്പർ എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ എക്സിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് എക്സിനെ ഡിവൈഡ് ചെയ്താലും, 6 കൊണ്ട് എക്സിനെ ഡിവൈഡ് ചെയ്താലും, 8 കൊണ്ട് എക്സിനെ ഡിവൈഡ് ചെയ്താലും, 12 കൊണ്ട് എക്സിനെ ഡിവൈഡ് ചെയ്താലും, 16 കൊണ്ട് എക്സിനെ ഡിവൈഡ് ചെയ്താലും എനിക്ക് ഈ കേസുകളിലെല്ലാം റിമൈൻഡർ ആയിട്ട് എനിക്ക് കിട്ടുന്നത് എന്താണ് മക്കളെ? 2 ആണ്. റിമൈൻഡർ ആയിട്ട് എനിക്ക് കിട്ടുന്ന എന്താടാ? 2 ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ 3 നമ്പേഴ്സ് എടുക്കുന്നു, 2, 3, 4 എന്നിങ്ങനെ 3 നമ്പേഴ്സ് എടുക്കുന്നു. 2, 3, 4 എന്നിങ്ങനെ 3 നമ്പേഴ്സ് എടുക്കുന്നു. ഞാൻ 14 എന്ന് പറയുന്ന ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിലും റിമൈൻഡർ എത്ര കിട്ടും മക്കളെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും, 14നെയാണ് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ എത്ര കിട്ടും? പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടേ. എനിക്ക് റിമൈൻഡർ അവിടെ എത്ര കിട്ടും? 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഞാനൊരു സംഖ്യയായ 14നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 7 ആണ്. 4 കൊണ്ട് 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നത്? 0 കിട്ടുമോ? 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അനിയ സോറി 14 വേണ്ട, 14 വേണ്ട, സോറി 14 വേണ്ട, 2 ഓക്കെ 14 വേണ്ട, ഓക്കെ 13 എടുക്കും. എനിക്ക് മിസ്റ്റേക്ക് പറ്റില്ല, 13 നാളെ കിടക്കും. ഓക്കെ 13 എടുക്കും, എനിക്കൊന്ന് മിസ്റ്റേക്കാണ്, സോറി. ഓക്കെ 13നെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? എല്ലാ കേസിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും മക്കളെ? 1 കിട്ടും അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 കിട്ടും. അതിന്റെ അർത്ഥം 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 13നോട് അടുത്ത നമ്പർ എന്ന് പറയുന്നത് 13നേക്കാളി 1 കുറവാണ്. ദാറ്റ് ഈസ് 13ൽ നിന്നും ഈ റിമൈൻഡർ ആയിട്ടുള്ള 1 മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 12 കിട്ടും. ആ 12 എന്ന് പറയുന്നത് ഇവയുടെ എല്ലാവരുടെയും കൂടെ എന്താ മക്കളെ? LCM ആണ്. ഇവയുടെ എല്ലാവരുടെയും കൂടെ എന്താണ് മക്കളെ? LCM ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ കുഞ്ഞുങ്ങളെ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോ? എന്താണ്? 13 കൊണ്ട് 2നെയും 2നെയും 3ഉം 4ഉം കൊണ്ട് 13നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 13നേക്കാൾ 1 കുറവാണ്. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ? 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. ദാറ്റ് മീൻസ് LCM ഓഫ് 2, 3, 4 എന്ന് പറയുന്നത് 13നേക്കാൾ ആ റിമൈൻഡർ ആയിട്ടുള്ള 1 കുറവാണ്. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എങ്കിലേ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ 1 എന്ന് ഇടുക, ഇല്ല എങ്കിൽ 0 എന്ന് ഇടുക. ക്ലിയർ ആണോ എല്ലാവർക്കും?
ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. എടാ അതേ കോൺസെപ്റ്റ് ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2, 4, 6, 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ 4 നമ്പേഴ്സുകളുടെയും ഈ 5 നമ്പേഴ്സുകളുടെയും LCM എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടുപിടിക്കേണ്ട എക്സ് എന്ന് പറയുന്ന നമ്പറിനേക്കാൾ 2 കുറവാണ് അല്ലെ? എക്സ് എന്ന് പറയുന്ന നമ്പറിനേക്കാൾ എന്ത് കുറവാണ് മക്കളെ? 2 കുറവാണ്. അതായത് എനിക്ക് ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിച്ചിട്ട് അതിന്റെ കൂടെ ഈ റിമൈൻഡർ ആയിട്ട് കിട്ടിയ 2 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും മക്കളെ? എക്സ് കിട്ടും. എന്താണ്? ഈ എക്സിനേക്കാൾ 2 കുറവാണ് ഈ 5 നമ്പേഴ്സിന്റെയും LCM. അപ്പോ ഈ 5 നമ്പേഴ്സിന്റെയും LCM കണ്ടുപിടിച്ച് അതിന്റെ കൂടെ ഞാനൊരു 2 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഇവിടെ? ഈ അൺനോൺ നമ്പർ ആയിട്ടുള്ള എക്സ് കിട്ടും. therefore എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ LCM 4, 6, 8, 12, 16 ഈ 5 സംഖ്യകളുടെയും LCM കണ്ടുപിടിച്ചിട്ട് അവയുടെ കൂടെ ഞാൻ ആ കോമൺ റിമൈൻഡർ ആയിട്ട് കിട്ടിയ 2 അങ്ങ് ആഡ് ചെയ്യണം. 4, 6, 8, 12, 16 ഈ സംഖ്യകളുടെ LCM നമുക്കറിയാം എത്രയാണ്? 48 ആണ്. അതിന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമടാ? 50 കിട്ടത്തില്ലേ? ഓക്കെ, 50നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 2, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 16 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എത്രയാണ് മക്കളെ? അത് 2 ആണ് നമുക്ക് കിട്ടുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോടെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടെ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ ആണോടാ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ അതേ മോഡൽ, അത് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇതേ മോഡൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. പതുക്കെ പഠിച്ചു പോയാൽ മതി. ആവശ്യത്തിന് സമയമുണ്ട് നമുക്ക്. അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ മക്കളെ. അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. പെട്ടെന്നാണേ.
ഉത്തരം കിട്ടിയോ മക്കളെ? ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ. ദ ലീസ്റ്റ് നമ്പർ which when divided by 12, 15, 20 or 54 leaves a remainder of 4 in each case എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരേ സമയം 12, 15, 20, 54 എന്നീ നമ്പേഴ്സ് കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 കിട്ടണം. അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഏതോ ഒരു നമ്പർ എക്സിനെ ഞാൻ എന്തൊക്കെ കൊണ്ട് 12, 15, 20, 54 എന്നീ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എനിക്ക് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയുടെ? എക്സ് എന്ന് പറയുന്നത് LCM ഓഫ് 12, 15, 20, 54 അതിന്റെ കൂടെ ആ റിമൈൻഡർ ആയിട്ടുള്ള 4 കൂടെ അങ്ങ് കൂട്ടിയാൽ മതി അല്ലെ. ആ 4 കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? LCM ഓഫ് 12, 15, 20, 54 അതിന്റെ എല്ലാം കൂടെ LCM നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 540 കിട്ടും അല്ലെ. എത്ര കിട്ടും? 540. ആ 540ന്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 540 പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 544 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ? ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഇതാ ഇവിടെ നോക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. The least number which when divided by 4, 5, 6 leaves remainder 1, 2, 3 അങ്ങനെയാണ് എങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് മക്കളെ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമ്മള് ഏതോ ഒരു നമ്പർ എക്സിനെ P, Q, R എന്നീ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് ആയിട്ട് കിട്ടുന്നത് സപ്പോസ് A, B, C എന്നിങ്ങനെയാണ് എന്ന് വിചാരിക്കും. എക്സിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നു, Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ B എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നു, R കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ C എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നു. ഇനി ഞാൻ എന്താ നോക്കേ, ഈ പിയും എയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു, P മൈനസ് A. അതേപോലെ തന്നെ ക്യൂവും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു, Q മൈനസ് B. ആറും സിയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു, R മൈനസ് C. മക്കളെ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ എനിക്കൊരു കോമൺ നമ്പർ സപ്പോസ് K ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. എന്താണ് പറഞ്ഞത്? ഏതോ ഒരു നമ്പർ എക്സിനെ P, Q, R എന്നീ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസ്പെക്റ്റീവ്ലി ABC എന്ന് പറയുന്ന ഈ 3 റിമൈൻഡേഴ്സ് എനിക്ക് കിട്ടും. അങ്ങനെ ഈ 3 റിമൈൻഡേഴ്സ് കിട്ടുമ്പോൾ ഞാൻ പിയിൽ നിന്നും A എന്ന് പറയുന്ന റിമൈൻഡർ കുറയ്ക്കുന്നു, ക്യൂവിൽ നിന്നും B എന്ന് പറയുന്ന റിമൈൻഡർ കുറയ്ക്കുന്നു, ആറിൽ നിന്നും C എന്ന് പറയുന്ന റിമൈൻഡർ കുറയ്ക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു കോമൺ നമ്പർ ആണ്, ആൻഡ് ദാറ്റ് ഈസ് K. K എന്ന് പറയുന്ന ഒരു കോമൺ സംഖ്യയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് എങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ LCM ഓഫ് ഏതൊക്കെയാണ്? P, Q, R എന്നീ സംഖ്യകളുടെ LCMൽ നിന്നും ഞാൻ ആ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ആ K ഞാൻ അങ്ങ് കുറയ്ക്കുന്നു. എന്ത് കുറയ്ക്കുന്നു? K എന്ന് പറയുന്ന സംഖ്യ ഞാൻ കുറയ്ക്കുന്നു. അതായത് P മൈനസ് A ആണെങ്കിലും Q മൈനസ് B ആണെങ്കിലും R മൈനസ് C ആണെങ്കിലും നമുക്ക് കിട്ടുന്ന K എന്ന് പറയുന്ന ആ ഒരു ഇത് ഞാൻ അങ്ങ് കുറയ്ക്കുന്നു. കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമ്മ്യൂണിറ്റി ഫാസ്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോടാ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഏതോ ഒരു നമ്പർ എക്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ ആയിട്ട് 1, 2, 3 എന്നീ സംഖ്യകളാണ് കിട്ടിയത്. 4 കൊണ്ട് എക്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 1, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3. ഈ 4 മൈനസ് 1 3 കിട്ടി, 5 മൈനസ് 2 3 കിട്ടി, 6 മൈനസ് 3 3 കിട്ടി. റിമൈൻഡർ എല്ലായിടത്തും സെയിം ആണ്, ഈ ഡിഫറൻസ് സെയിം ആണ്. അങ്ങനെയാണ് എങ്കിൽ എക്സിന്റെ ലീസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ LCM ഓഫ് എന്തൊക്കെയാണ്? 4, 5, 6 അതിൽ നിന്നും ആ ഡിഫറൻസ് ആയിട്ടുള്ള 3 മൈനസ് ചെയ്യുക. 4, 5, 6 അതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 60 ആണ് അല്ലെ. 60ൽ നിന്നും 3 മൈനസ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 57 എന്ന് കിട്ടും. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 57 എന്ന് നമുക്ക് കിട്ടും. കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ?
ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ നിങ്ങളെ? ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ ഫസ്റ്റ് ആയിട്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ പെട്ടെന്ന്. എത്ര കിട്ടിയടാ? The smallest number which when divided by 12 and 16 leaves remainder 5 and 9 respectively എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കിട്ടി? പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണേ. നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് പോണേ. കൃത്യമായിട്ട് അത് ചെയ്ത് പോണം. പെട്ടെന്നോടെ. The smallest number which when divided by 12 and 16 leaves remainder of 5 and 9 respectively എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഏതോ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു നമ്പർ എക്സിനെ നമ്മൾ 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5ഉം 9ഉം നമുക്ക് കിട്ടും. ഓക്കെ, ഡിഫറൻസ് എത്രയാടാ? രണ്ടിടത്തും ഡിഫറൻസ് 7 ആണ് അല്ലെ? അങ്ങനെയാണ് എങ്കിൽ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ LCM ഓഫ് 12, 16 അതിൽ നിന്നും 7 മൈനസ് ചെയ്യുക. 12, 16 48 മൈനസ് 7 വിച്ച് ഇസ് ഈക്വൽ ടു 41 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാടാ? ഓപ്ഷൻ നമ്പർ 2 ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേടാ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. വാട്ട് ഇസ് ദ ലീസ്റ്റ്? ഞാൻ ഇത് നമ്മുടെ ഇപ്പം പഠിപ്പിച്ച മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു തരാം. അതിന്റെ കൂടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിസിബിലിറ്റി റൂൾ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു. ഒന്ന് നോർമൽ മെത്തേഡിൽ പറഞ്ഞുതരാം, രണ്ടാമത് അതിന്റെ ഡിവിസിബിലിറ്റി റൂൾ ഉപയോഗിച്ചും പറഞ്ഞുതരാം. ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കേ ഫസ്റ്റ് ആയിട്ട്. ഓക്കെ, ഇതാ ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പഠിച്ച അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏതോ ഒരു നമ്പർ എക്സിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 5, 6, 8 എന്നീ 3 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നു. പക്ഷെ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം പഠിച്ച കോൺസെപ്റ്റ് ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? LCM ഓഫ്
5, 6, 8 പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. ആ 3 അങ്ങ് കൂട്ടും. 5, 6, 8 5, 6, 8 5, 6, 8 ഈ സംഖ്യകളുടെ റിമൈൻഡർ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണോ? എൽസിഎം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 എന്ന് കിട്ടും അല്ലെ. എത്ര കിട്ടും മക്കളെ? 120. അപ്പൊ 120 പ്ലസ് 3 എന്ന് പറയുന്നത് എത്ര കിട്ടും? 123 എന്ന് നമുക്ക് കിട്ടും. എത്രയാടാ കിട്ടുന്നത്? 123. പക്ഷേ ആ 123 നോക്കുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 123നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡിവിസിബിലിറ്റി റൂൾ എടുക്കുമ്പോഴത്തേക്ക് 1 + 2 + 3 പറഞ്ഞാൽ 6 ആകും. 9 അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിളോ അല്ല. അപ്പൊ 123 അല്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ഇതിന്റെ മൾട്ടിപ്പിൾസ് ആണ് 123. അപ്പം 123 അല്ലാന്ന് മനസ്സിലായി. മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ പലരും കൊണ്ടുവന്ന് തെറ്റിച്ച് വെക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് എടുക്കും. ആ ആൻസറിന്റെ മൾട്ടിപ്പിൾസ് എടുക്കും. പലരും ചെയ്യുന്ന ഒരു കാര്യം 123 അത് കിട്ടിയില്ല, അതേ × 2 246 അല്ലെങ്കിൽ അതേ × 3 എത്രയാണ്? 369. ഇങ്ങനെ ഈ 129ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എടുത്തു പോകും. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത്, അതായത് ആദ്യത്തെ എൽസിഎമ്മിന്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയില്ല, നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 120 ആണ് നമുക്ക് എൽസിഎം, അതിന്റെ കൂടാണ് 3 കൂട്ടിയത്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഇരട്ടി എടുക്കണം. ചെക്കിയുമാണ്, അതിന്റെ ഇരട്ടി എടുക്കണം. 240 അതിന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എത്രയാണ് മക്കളെ? 243 അല്ലെ. 243. ആ 243 നോക്കിയപ്പോ 2 + 4 6 + 3 9 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഏതാണ്? 203 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ നമ്പർ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നും കൂടെ പറയാം. ഏതോ ഒരു നമ്പറിനെ 5, 6, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ 3 കിട്ടിയെങ്കിൽ ആ നമ്പർ ഏതാണ്? നമ്മൾ സാധാരണഗതിയിൽ കണ്ടുപിടിക്കുമ്പോൾ എൽസിഎം ഓഫ് 5, 6, 8 + 3 ചെയ്യുമ്പോൾ 120 + 3 123 കിട്ടും. പക്ഷേ നമ്മുടെ അടുത്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, അങ്ങനെ കിട്ടുന്ന എക്സിന്റെ വാല്യൂവിനെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്താണ്? 123നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പൊ 121 അല്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യണം? ഇരട്ടി എടുക്കണം. ഏതിന്റെ ഇരട്ടി? 123ന്റെ ഇരട്ടി അല്ല, പകരം എന്തിന്റെയാണ് നോക്കേണ്ടത്? എൽസിഎമ്മിന്റെ ഇരട്ടി. എൽസിഎമ്മിന്റെ മൾട്ടിപ്പിൾസ് ആണ് പിന്നെ എടുക്കേണ്ടത്. എൽസിഎം ഇവിടെ എത്രയാണ്? 120. അതിന്റെ 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വന്നപ്പോൾ 120ന്റെ ഇരട്ടി 240, അതിന്റെ കൂടെ 3 കൂടെ കൂട്ടി 243. 243നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 27 × 9 ആണ് 243. സോ ആൻസർ ഏതാണ്? 243 എന്ന് കിട്ടും. കോൺസെപ്റ്റ് മനസ്സിലായോ? ലക്ഷ്മി എന്താ ചോദിച്ചത്? ഹാൻഡ് റൈസ് ചെയ്തല്ലോ, ഡൗട്ട് വല്ലതും ആണോ? സർ, ഈ എക്സ് കണ്ടുപിടിക്കുന്ന എൽസിഎം മൈനസ് അല്ല, എൽസിഎം മൈനസ് അല്ല. എൽസിഎം മൈനസ് വരുമോ? നമുക്ക് നോക്കേ. ഈ 5, 6, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എണ്ണത്തിലും റിമൈൻഡർ 3 കൊണ്ടും ഈ 3 സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുന്നത്. കോമൺ റിമൈൻഡർ. ഈ കേസ് അല്ല. മനസ്സിലായി? ഈ കേസ് അല്ല. നമ്മൾ ആദ്യം പഠിച്ച കേസ് ഉണ്ടല്ലോ, അതായത് ഈ കേസാണ്. നമ്മൾ ആദ്യം പഠിച്ച കേസില്ലേ? മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പഠിച്ച കേസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ, ഈ കേസ് എപ്പോഴാണ് വരുന്നത്? അങ്ങനെ കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഒരു കോമൺ നമ്പർ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇവിടെ മൈനസ് വരുന്നത്. ഈ കേസ് വരുന്ന കേസുകളിൽ മാത്രമാണ് നമ്മൾ മൈനസ് എടുക്കുന്നത്. അതായത് പി ക്യു ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എക്സിനെ, എ ബി സി റിമൈൻഡർ കിട്ടുന്നു. പി മൈനസ് എ ആയാലും ക്യൂ മൈനസ് ബി ആണെങ്കിലും ആർ മൈനസ് സി ആണെങ്കിലും കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൽസിഎം കണ്ടുപിടിക്കാൻ മൈനസ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? 3 ആണ്. ഇത് 5 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അങ്ങനെയാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5, 6, 8ന്റെ എൽസിഎം കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ 3 കൂട്ടുക. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അങ്ങനെ കൂട്ടിയപ്പോൾ എനിക്ക് 120, 123 കിട്ടി. പക്ഷെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക? 120ന്റെ ഇരട്ടി എടുക്കുക. പിന്നെ 120ന്റെ മൾട്ടിപ്പിൾസ് നോക്കാവൂ. ഒരിക്കലും ആ 3 കൂട്ടിയതിന്റെ മൾട്ടിപ്പിൾസ് കൂട്ടരുത്. എൽസിഎമ്മിന്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? 3 കൂട്ടാം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ ഇവിടെ പിള്ളേരെ? എനി ഡൗട്ട്സ്?
കുഞ്ഞുങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ലക്ഷ്മി, രന്തി, ബ്രഞ്ചു ക്ലിയർ ആണോടെ? ഓക്കെ ആണോ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുന്ന. ഇത് ബേസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതേ മോഡൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യും. എല്ലാ മോഡലുകളും നമ്മൾ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് പഠിച്ചത്. അപ്പം തുടക്കത്തിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ പഠിച്ചു പോകത്തുള്ളൂ. പതുക്കെ ഗ്രാജുവലി നമ്മൾ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ലക്ഷ്മി പുതിയ അഡ്മിഷൻ ആണോ? എന്ന് ജോയിൻ ചെയ്തേ? Yes, sir. Last day, last week, yeah. Okay. ഏതാ ഡിഗ്രി ഏതാ? PG literature. PG literature ഏതാ? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതോ? Yeah. ഓക്കെ. ശരി. അപ്പൊ കോൺസെപ്റ്റുകൾ ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത്രയും നോക്കുക. ഓക്കെ. നമുക്ക് നമ്പർ സിസ്റ്റംസ് എല്ലാം നോക്കി വെച്ചേക്കുക. കൃത്യമായിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യണം. പിന്നെ ബുക്കുകളൊക്കെ കൃത്യമായിട്ട് വാങ്ങിക്കണം. ബുക്ക് നിങ്ങൾക്ക് ഇപ്പം മാത്സിന് നിങ്ങൾ കിരൺസിന്റെ ബുക്ക് വാങ്ങിച്ചാൽ മതി. പ്രീവിയസ് ഇയറിന്റെ ബുക്ക് കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്ക് കിട്ടും. കിരൺസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബുക്ക് നിങ്ങളുടെ തുടക്കക്കാരെന്നുള്ള നിലയിൽ. ഓക്കെ. കിരൺസിന്റെ പക്ഷേ ഒരു 500-600 രൂപ കൊണ്ടാണ് വിലയും തോന്നുന്നു. കിരൺസിന്റെ ബുക്ക് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ തുടക്കക്കാരെന്നുള്ള നിലയിൽ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് എത്രയും വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റർ വഴി കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അപ്പോൾ പുള്ളി എനിക്ക് അത് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാതെ. ശരി, ലീവ് ചെയ്തോളൂ. Sir, അരുൺ സാറിനോട് സംസാരിക്കണമായിരുന്നു എനിക്ക്. ഹലോ സർ, ടൈമിംഗ് എല്ലാ വീക്കും എല്ലാ ഡേയും ഉണ്ടോ വീക്കില്? അതോ കേട്ടില്ല മോളെ? അല്ല, പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ എങ്ങനെയാ ടൈമിംഗ് ക്ലാസിന്റെ? പബ്ലിക് ഹോളിഡേസ് അല്ല, പബ്ലിക് ഹോളിഡേസിലും ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് അവിടെ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അത് ഡെയിലി ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് സീരീസ് അവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പം വരാൻ പറ്റുമെങ്കിൽ വരിക, അതാണ് നല്ലത്. അപ്പം അറ്റ്ലീസ്റ്റ് ആ വീക്കിലി 2 days എങ്കിലും വരിക. അപ്പം നമുക്ക് ടെസ്റ്റ് സീരീസ് അങ്ങ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം ഒരു 2-3 വീക്ക് കഴിഞ്ഞാൽ പിന്നെ റെഗുലർലി എല്ലാ ദിവസവും കാണും ഓൺലൈൻ. അപ്പൊ നിലവില് ഇങ്ങനെയാണ്. നമ്മൾ ഡയറക്റ്റ് ഫോണിൽ വിളിക്കാൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ലെഫ്റ്റ് ചെയ്തോളൂ.